പെട്ടെന്ന് ഉണ്ടെഴുന്നേറ്റിട്ട് ആ കൊച്ചുങ്ങളെ ഒന്ന് നോക്കമ്മേ. അവരെവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുവല്ലേ? എങ്ങാനും വീണു പോയാലോ അമ്മേ? ഒന്ന് നോക്കേ. എത്ര നേരമായി അമ്മ അതേ ഇരിപ്പ് തുടരട്ടെ. ഒന്ന് വേഗം നോക്കമ്മേ. ഇവിടെ കൊണ്ടിരുത്തിയാല് ഈ അടുക്കളയിലുള്ള മൊത്തം സാധനങ്ങളും നിലത്ത് വീഴുന്ന ഒരു പരുവമാക്കും. അതുകൊണ്ടാണ് ഞാൻ അവരെ അവിടെ നിർത്തിയത്. അമ്മ ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോയാല് എനിക്കൊരു സമാധാനമാവുമായിരുന്നു. ചോറ് തിന്നാ ഞാൻ ഇപ്പൊ ഒന്നങ്ങ് ഇവിടെ ഇരുന്നതല്ലേ ഉള്ളടി. എന്തേലും പറഞ്ഞാ പിന്നെ ഇതാണ് അവസ്ഥ. എന്നാ അമ്മ പോണ്ട, അവരെവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചോട്ടെ. തോമസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അമ്മയോട് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ? ഇല്ലാഞ്ഞിട്ടല്ലേ അമ്മേ? അതിന് രേണുകേ, ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞോ? ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നതല്ലേ ഉള്ളൂ രേണുകേ. എപ്പോ ഇരുന്നതാന്നൊക്കെ എനിക്കറിയാലോ അമ്മേ. എന്തായാലും ഞാനിത് മൊത്തം കഴിച്ചിട്ടേ എഴുന്നേൽക്കൂ. അല്ലെങ്കിലും നിനക്ക് ഇങ്ങനെ തന്നെയാ. ഞാൻ എന്തേലും കഴിക്കാനിരുന്നാലോ എന്തേലും ചെയ്യാനിരുന്നാലോ നിനക്ക് 100 പണികൾ എനിക്ക് തരാനുണ്ടാകും. ഞാനിത് മൊത്തം കഴിച്ചിട്ടേ എഴുന്നേൽക്കൂ. ഹോ, ശകുനികൾ കരയാനും തുടങ്ങി. ഇനി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മനുഷ്യന് സ്വൈര്യം തരില്ല. ഇപ്പൊ തുടങ്ങും അവള്. എനിക്ക് വയ്യ ആ കുരുത്തം കെട്ടത്തിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാം. എടി രേണുകേ, നിന്റെ കൊച്ചുങ്ങളെല്ലാം അലറി വിളിക്കുന്നുണ്ടല്ലോടി. ഒന്ന് പോയി നോക്കടി. ഞാനിത് കഴിയാതും കണ്ട് ഞാൻ എഴുന്നേൽക്കില്ല. അതൊക്കെ എനിക്ക് അമ്മ പറയാതെ തന്നെ അറിയാം. അമ്മ എഴുന്നേൽക്കില്ലാന്നും കൊച്ചുങ്ങളെ നോക്കില്ലാന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ ഓടിപ്പോകുന്നേ. അമ്മയുടെ ചക്കരകളേടെ, അമ്മയുടെ കുഞ്ഞു മക്കൾ ഇങ്ങ് വാ. അമ്മയുടെ ഇങ്ങ് വാ. അടുക്കളയിൽ നിറയെ പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാ അമ്മയ്ക്ക് എടുക്കാൻ പറ്റാഞ്ഞേ. ഇങ്ങ് വാ. ഇനി അമ്മയെടുത്ത് പാലൊക്കെ തന്നിട്ടേ അമ്മേനെ അടുക്കളയിലോട്ട് പോകൂ. അച്ഛ വരുമ്പോഴേക്കും എല്ലാം ആക്കണ്ടേ? ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ അച്ഛ വരില്ലേ? അപ്പോഴേക്കും എല്ലാം ചെയ്യണ്ടേ? അതുകൊണ്ടല്ലേ അമ്മ നിലത്തിട്ടേ. കരയില്ലട്ടോ അമ്മയുടെ മക്കളിങ്ങ് വാ, അമ്മ പാല് തരാ. എല്ലാവർക്കും മക്കളൊക്കെ അവരെല്ലാം നേരത്തെ എഴുന്നേൽപ്പിച്ച് പണികളൊക്കെ കഴിപ്പിച്ച് കൊച്ചുങ്ങളെ ഉറക്കിയിട്ടൊക്കെയാ എല്ലാവരും ഓരോ പണികളും ചെയ്യാറ്. അല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടല്ല. അമ്മേ, അമ്മയോട് ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ ഓരോന്നും പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരണ്ട. ഞാൻ ഇവരെ ഒന്ന് ഉറക്കിയിട്ട് ഞാൻ അങ്ങ് വന്നേക്കാം. അമ്മ വെറുതെ തുടങ്ങണ്ട. തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ 40 എണ്ണം അങ്ങ് പറയും.